വിചാരപ്പെടരുത് എന്നുള്ള വിഷയത്തിൽ കർത്താവായ യേശു നമുക്ക് തരുന്ന രണ്ട് ഉപമ വളരെ മനോഹരമാണ്. ആകാശത്തിലെ പറവുകളെ നോക്കുവീൻ, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല, എങ്കിലും സ്വർഗസ്ഥനായ ദൈവം അവയെ പുലർത്തുന്നു. അപ്പോൾ നമ്മുടെ സാധാരണക്കാർ പറയാം, അതിന് കുടുംബമൊന്നും ഇല്ല, കുഞ്ഞുങ്ങളൊന്നും ഇല്ല, ബാങ്ക് ലോണില്ല എന്നൊക്കെ പറയും. പക്ഷേ കർത്താവ് ഉദ്ദേശിച്ചത് അതല്ല. അതിന് ജീവനുണ്ടല്ലോ, പറക്കുന്നൊരു ജീവനുണ്ട്. ആ പറക്കുന്ന ജീവനാണ് അതിന് വേണ്ട ആഹാരം കൊണ്ടുവരുന്നത്. വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പിൻ. അത് വളർന്ന് പൂർത്തിയാകുമ്പോൾ അതിൻ്റെ പൂക്കൾ വിരിയുകയാണ്, അതതിൻ്റെ ഉടുപ്പായി മാറുകയാണ്, ശലോമോനേക്കാൾ മഹത്വം കിട്ടുകയാണ്. അപ്പോൾ ഒന്നിൻ്റെ ജീവൻ, ഒന്നിൻ്റെ വളർച്ച. യേശുവിൻ്റെ ജീവൻ നമ്മൾ പ്രാപിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പറഞ്ഞാൽ ആദ്യം ദൈവരാജ്യവും ദൈവനീതിയും അന്വേഷിപ്പിക്കും. എന്താണ് ദൈവരാജ്യം? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും. ഇത് നമ്മൾ പ്രാപിക്കുമ്പോൾ ദൈവജീവൻ നമ്മളിൽ വന്നു. ഈ ദൈവജീവൻ നമ്മളിൽ വന്നാൽ നമുക്ക് വേണ്ടത് വന്നോളും പുറകെ. 2, ശരീരം. ക്രിസ്തുവിൻ്റെ ശരീരം സഭയാണ്. ഹഗ്ഗായിയുടെ പുസ്തകത്തിൽ പറയുന്നത്, നിങ്ങൾ ഓരോരുത്തരും മന്ദിരത്തെ മറന്ന് സ്വന്തം വീട്ടിലേക്ക് ഓടുന്നതുകൊണ്ടാണ് നിങ്ങൾക്കൊന്നും കിട്ടാത്തത്. നിങ്ങൾ ആലയത്തെക്കുറിച്ച് ചിന്തിക്കുകയും, എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ആദ്യം അവിടുത്തെ കാര്യം നോക്കുകയും നിങ്ങളുടെ വീട്ടിലെ കാര്യം ഞാൻ നോക്കാം. യോഹന്നാൻ 2, വെള്ളം വീഞ്ഞാക്കി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ പേഴ്സണൽ ലൈഫിൽ അവൻ്റെ അകത്തെ വെള്ളം, അകത്തെ സെൽഫ് മാറ്റി പരിശുദ്ധാത്മാവ് വന്നു. യോഹന്നാൻ 2 സെക്കൻഡ് പാർട്ട് യേശു പറഞ്ഞു, ഈ മന്ദിരം പൊളിക്കുകയും ഞാൻ 3 ദിവസത്തിനുള്ളിൽ പുതിയത് പണിയാം. കണ്ടോ, പേഴ്സണൽ ലൈഫിലെ കർത്താവിൽ സന്തോഷം. സെക്കൻഡ്, ആലയത്തെക്കുറിച്ചുള്ള ചിന്ത. ദൈവജീവൻ പ്രാപിക്കണം. 2, കൂട്ടുസഹോദരങ്ങളെക്കുറിച്ച്, ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയെക്കുറിച്ചുള്ള ചിന്ത വേണം. അനുഗ്രഹം നിങ്ങളെ തേടി വരും.